എല്ലാവർക്കും രുചിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെസഹ അപ്പമാണ്. അത് എങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തുവാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾക്ക് പെസഹ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ആദ്യമേ നോക്കാം. അതിൽ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് തലേദിവസമേ, ഉഴുന്നും തലേദിവസമേ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നല്ല കഴുകി വൃത്തിയാക്കിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്കതങ്ങ് അരയ്ക്കാൻ കയറിയാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തേങ്ങ തിരുമിയത് വേണം, കുറച്ച് വെളുത്തുള്ളി വേണം, കുറച്ച് ചെറിയ ഉള്ളി, ജീരകം വറുത്ത് പൊടിച്ചത്, ഏലക്കപ്പൊടി. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടിയത് ഒരു പാൽ ആണ് നമ്മൾ സെർവ് ചെയ്യുന്നത് ഈ അപ്പത്തിൻ്റെ കൂടെ. ആ പാലിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇച്ചിരി അരിപ്പൊടി, ശർക്കര പാനിയാക്കിയത്, തേങ്ങാപ്പാൽ, രണ്ടാം പാലും തലപ്പാലും രണ്ടും നമുക്ക് വേണം. അത് സെപ്പറേറ്റ് ആയിട്ടത് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു തരാം എപ്പം എങ്ങനെ ഏതൊഴിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ ഈ കാണിച്ചതെല്ലാമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇത് വെച്ചിട്ട് എങ്ങനെ പെസഹ അപ്പം ഉണ്ടാക്കണം, അതുപോലെ തന്നെ അതിൻ്റെ പാലുണ്ടാക്കണം എന്നുള്ളത് നമുക്ക് മുന്നോട്ട് കാണാം. ഉഴുന്ന്, അരി, തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് വരാം. ഞാനെല്ലാം അരച്ചിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഉഴുന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അരിയും അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ തേങ്ങയും നമ്മൾ തിരുമ്മി വെച്ചിരുന്നതിനെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് അരയ്ക്കുമ്പം നമ്മൾ ഒന്നാമത്തെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനെ നമ്മൾ തീരെ ഫൈനായിട്ട് അരയ്ക്കരുത്. ഒരു ചതച്ചെടുക്കുകയും അല്ല അരച്ചെടുക്കുകയല്ല, രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. ഈ തേങ്ങയ്ക്കകത്ത് നമ്മൾ ജീരകം ചേർത്തിട്ടുണ്ട്, ചെറിയ ജീരകം. പിന്നെ വി ഹാവ് ആഡഡ് എ ഫ്യൂ പോഡ്സ് ഓഫ് ഗാർലിക് ആൻഡ് ഓൾസോ ഷാലറ്റ്സ്, ചെറിയ ഉള്ളി. ഇത്രയുമാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു മിക്സ് ദിസ് ഇൻ. നമ്മൾ തേങ്ങയും അരിയും കൂടെ അരച്ചത് നമ്മൾ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് എവിടെയും കട്ട പിടിച്ച് കിടക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് അത് ഒന്ന് നല്ലതായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ ഉഴുന്നും കൂടെ അരച്ച് വെച്ചേക്കുന്നത് അതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഉഴുന്നരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് ആദ്യമേ അരയ്ക്കണം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. പിന്നെ ഒരു കിച്ചൺ ടിപ്പായിട്ട് പറയാം, ഉഴുന്ന് എപ്പോഴും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുത്ത് അതിനെ അരച്ചാൽ മിക്സി ചൂടാകാതിരിക്കും. കാരണം മിക്സി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രശ്നമാണ്. അതും ലേഡീസിന് കിച്ചണിൽ മിക്സി ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് അരയ്ക്കാൻ പോയി നമ്മുടെ മിക്സി ചൂടായി കേടായെങ്കിൽ ഇറ്റ്സ് എ പ്രോബ്ലം. സോ ഓൾവേസ് മേക്ക് ഷുവർ യു കീപ് ദ urad dal in the fridge for some time while you soak it, then take it and grind it. ആൻഡ് ഇത് മൊത്തത്തിൽ അരയ്ക്കുന്ന ഈ കൺസിസ്റ്റൻസിയിൽ വേണം, ഈ ഓൾമോസ്റ്റ് ഇഡ്ലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ. ദ റീസൺ ബീങ് വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് ലൈക്ക് എ ഇഡ്ലി. പക്ഷേ ഇഡ്ലി തട്ടിലല്ലായിരിക്കും, നമ്മളൊരു പ്ലേറ്റിലാണ് ചെയ്യുന്നത്, ബിക്കോസ് നമ്മൾ ട്രഡീഷണൽ വേയിൽ ചെയ്യുന്നു. പിന്നെ ഫാൻസി ആയിട്ട് ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ചുമ്മാ ഫാൻസി ആയിട്ട് കുറച്ച് എക്സ്ട്രാ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ഇൻ ദ ഇഡ്ലി തട്ട്. സോ ബേസിക്കലി യു ജസ്റ്റ് മിക്സ് ഓൾ ഓഫ് ഇറ്റ് ടുഗെദർ. ഈ സമയത്ത് നമ്മൾ ഇളക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് പുളിക്കാത്ത അപ്പം എന്നും പറയും, പെസഹ അപ്പം എന്ന് പറയും, പക്ഷേ പുളിക്കാത്ത അപ്പം എന്ന് പറയും. ബിക്കോസ് നമ്മളിത് അരച്ച് മണിക്കൂറുകൾ വെക്കുന്നില്ല. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് അരച്ചു കൊണ്ടുവന്നു, മിക്സ് ചെയ്ത ഇത് നേരെ ഇനിയും സ്റ്റോവിലോട്ട് കയറും. അപ്പം പുളിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, കാരണം അതാണ് ഇതിൻ്റെ മെയിൻ. ഇത് ഈ അപ്പത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നമുക്കെല്ലാം അറ്റ്ലീസ്റ്റ് സിറിയൻ ക്രിസ്ത്യൻസ്, ഓർത്തഡോക്സ്, സെൻറ്റ് തോമസിൻ്റെ ഫോളോവേഴ്സായിട്ട് വരുന്നവർ, നമ്മളെല്ലാം ഇത് പെസഹ ദിവസം ഉണ്ടാക്കും. ഇത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെസഹ അപ്പം? ഇറ്റ് ഈസ് റെഫറിങ് ടു ലാസ്റ്റ് സപ്പർ. നിങ്ങൾ വിചാരിച്ചാണ് ഈ അടുക്കളയിൽ എന്തോ ഈ ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ഇതെടുത്ത് വെച്ചേക്കുന്നത്. Because it refers to Last Supper. This is where Jesus Christ shared the appam or the bread. പുളിക്കാത്ത അപ്പം ഡിസൈപ്പിൾസിന് മുഴുവൻ മുറിച്ച് കൊടുക്കുകയും അതിൻ്റെ കൂടെ വൈൻ കൊടുക്കുകയും ചെയ്താണ് ലാസ്റ്റ് സപ്പർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് സപ്പർ ചെയ്യുന്നത് ഈസ് ജസ്റ്റ് ബിഫോർ ജീസസ് ക്രൂസിഫിക്ഷൻ. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് നമ്മളിത് ചെയ്യുന്നത്, ആ ഒരു ദിവസത്തിൻ്റെ.
അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകുമ്പം ചെയ്യാം. തൽക്കാലം ഇതിനെ നമുക്കൊന്ന് അടുപ്പിലോട്ട് കയറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ പാത്രം, എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിനകത്ത് ഇങ്ങനൊരു റിങ്, ഇത് നമുക്ക് പല ടൈപ്പ് റിങ് കിട്ടും. ചിലപ്പോൾ മറ്റേ ഒരു കാലുള്ളൊരു റിങ് കിട്ടും. അതേതെങ്കിലും ഒരെണ്ണം, ബേസിക്കലി ടു ഹോൾഡ് ദ പ്ലേറ്റ് അബവ് ദ വാട്ടർ. നമ്മളിതിലോട്ട് വെച്ച് സ്റ്റീം ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു റിങ് വെക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അത് സെൻറ്ററിലിരിക്കണം ആ റിങ്, അപ്പോഴേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം അപ്പം മൊത്തം ഇങ്ങനെ വളഞ്ഞിരിക്കും. അതുകൊണ്ട് എപ്പോഴും സെൻറ്ററിൽ വെക്കണം ആ പാത്രം കറക്റ്റായിട്ടിരിക്കാൻ. നമ്മളിപ്പോൾ അപ്പത്തിൻ്റെ ബാറ്റർ ഒഴിക്കാൻ പോകുന്ന ഇതിനകത്താണ്. ഇതൊരു നോർമൽ സ്റ്റീൽ പ്ലേറ്റാണ്. ഇത്തിരി ഏതൊരു പാത്രം എടുത്താലും മതി, ഇന്നത് എടുക്കണം എന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ ഇത്തിരി പ്ലേറ്റ് ഇല്ലെങ്കിൽ ഈ കേക്കിൻ്റെ ട്രേ ഉണ്ടല്ലോ നമ്മൾ ബേക്ക് ചെയ്യുന്നത്, ആ ട്രേ ആണെങ്കിലും മതി. ഏതെടുത്താലും അതിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവണം. അപ്പം നമുക്ക് ഈ പ്ലേറ്റിൽ കുറച്ച് ഇങ്ങനത്തെ ഒരു സിലിക്കോൺ ബ്രഷ് അല്ലെ എന്തെങ്കിലും കൈവച്ച് ചെയ്താലും മതി. ബട്ട് ഫോർ ഹൈജീൻ പർപ്പസ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു യൂസ് എ ബ്രഷ്. അത് ഉപയോഗിച്ച് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതിനകത്തങ്ങ് എണ്ണ പുരട്ടി കൊടുക്കുക. എന്തിനാണ് പുരട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ അപ്പത്തിൻ്റെ ബാറ്റർ ഒഴിക്കുമ്പം പിന്നീട് നമുക്കത് ഇളക്കിയെടുക്കണമല്ലോ. ഇതിന് ഈ മോൾഡിനകത്തുനിന്ന് എടുക്കണമെങ്കിൽ, ദിസ് ഇസ് എ മോൾഡ് ആസ് ഫാർ ആസ് വി ആർ കൺസേൺഡ്. ഈ മോൾഡിനകത്തുനിന്ന് അളക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. എണ്ണ പുരട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ മാവിൻ്റെ പകുതി അവിടെ സ്റ്റക്കായിട്ടിരിക്കും. അതിനാണ് നമ്മൾ ഈ ഇത് പുരട്ടുന്നത്. സോ നൗ ഐ എം ഗോയിങ് ടു പ്ലേസ് ദിസ് ഇൻസൈഡ് ദ പാത്രം. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഇതിൽ ഒഴിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് ഞാൻ പറയാം, വളരെ എളുപ്പമാണ്. നമുക്കിങ്ങനത്തെ മെഷറിംഗ് കപ്സ് പല ടൈപ്പ് മാർക്കറ്റിൽ കിട്ടും. ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കും. ഇതില്ലെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് വെറുതെ ഒരു നോർമൽ കപ്പ്, നമ്മൾ കാപ്പി കുടിക്കുന്ന കപ്പാകാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആകാം. സ്റ്റീൽ ഗ്ലാസ് മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുണ്ട്. അപ്പോൾ ഏതെടുക്കുന്നോ, വിച്ചെവർ ഇസ് യുവർ മെഷറിംഗ് കപ്പ്, അതിലാണ് നമ്മൾ ബാക്കിയെല്ലാം അളവെടുക്കേണ്ടത്. സോ ഇപ്പോൾ ഇത് നമ്മൾ അരി വന്നിട്ട് ഇതിന് ഞാൻ 2 കപ്പാണ് എടുത്തേക്കുന്നത്. ഈ കപ്പിന് 2 കപ്പ് അരി എടുത്തു. അതിൻ്റെ നേരെ പകുതി, സോ 1 കപ്പ് ഓഫ് ഉഴുന്ന് നമ്മളെടുക്കണം. തേങ്ങ കൂടുതൽ വരുവാതെ ഇല്ലെങ്കിൽ നമുക്ക് 2.5 കപ്പ് എടുക്കാം. ഞാൻ 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ ഒത്തിരി ഇഷ്ടമില്ലാത്തടത്തല്ലേ കൊളസ്ട്രോളിൻ്റെ ടെൻഷനുള്ള ആൾക്കാർ ആ തേങ്ങ കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കാം, അതിന് കുഴപ്പമില്ല. സോ യൂസ് എ മെഷറിംഗ് കപ്പ് ഓൾവേസ് ടു ഗെറ്റ് എ പ്രിസൈസ് ആൻഡ് സിമിലർ ഡിഷ് എവറി ടൈം. കാരണം നമ്മൾ ഒരേ അളവിലെല്ലാം ചെയ്താൽ എല്ലാ പ്രാവശ്യം അത് ഒരുപോലെ ടേസ്റ്റി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രാവശ്യം അപ്പം ശരിയാവും, അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അത് ശരിയാവത്തില്ല. അതിനാണ് നമ്മൾ ഈ മെഷറിംഗ് കപ്സ് ഉപയോഗിക്കുന്നത്. സോ അതൊരു നിർബന്ധമായിട്ടൊരു ക്യാരക്ടറാക്കി മാറ്റുക കിച്ചണിൽ കയറുമ്പോൾ. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കിച്ചണിൽ കയറുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിവൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അതിനുള്ള സാധനങ്ങളെല്ലാം അടുത്തടുപ്പിച്ച് വെച്ചിട്ട് പണിക്ക് കയറണം. ഒത്തിരി പേർക്കും കുക്കിംഗ് ഇഷ്ടമില്ലെന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്ന അതിൻ്റെ ഒരു മെയിൻ റീസൺ ഇസ് ദേ ആർ നോട്ട് ഓർഗനൈസ്ഡ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഏതൊരു കാര്യം നമ്മൾ ചെയ്താലും വളരെ ഓർഗനൈസ്ഡായിട്ട് ചെയ്തു പോകുന്നത്. ബിക്കോസ് നമ്മളിപ്പം തേങ്ങാപ്പാൽ എടുത്തു, ശർക്കര എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ആദ്യം മുതൽ പോയി ശർക്കര എടുത്ത് അത് സ്റ്റോറിലായിരിക്കും അവിടെ നിന്ന് എടുത്ത് അത് പൊടിച്ച് മെൽറ്റ് ചെയ്ത് അരിച്ച് വരുമ്പോഴത്തേക്ക് കുറേ സമയം നമുക്ക് പോവും. അപ്പം വാട്ട് യു ക്യാൻ ഡു ഇൻ 1 hour you may be doing it in 2 hours or 3 hours, and that is where the problem is, and that is probably the reason many people do not enjoy cooking. നേരെ മറിച്ച് if you are organized, you decide. ആദ്യമൊക്കെ നമുക്ക് എല്ലാം ബൈ ഹാർട്ട് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഒരു പേപ്പറിൽ ജസ്റ്റ് എഴുതി വെക്കുക ഇന്നതായ ഇൻഗ്രീഡിയൻസ്. പെട്ടെന്ന് അതെല്ലാം കൂടെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ പണി തുടങ്ങിയാൽ it becomes very easy and cooking becomes actually interesting. So now let's pour this and get it going. Okay, so here we have the batter which is not too much fermented. അതിനെ നമ്മൾ ആ പ്ലേറ്റിലേക്ക് ഒഴിക്കുക. പ്ലേറ്റിൽ ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം, നിറച്ചൊഴിക്കരുത്, കാരണം ഇത് കുറച്ച് പൊങ്ങും. അപ്പോൾ ഒരു പകുതി ലെവലിൽ ഒഴിച്ചിട്ട് നമ്മളതിനെ സ്റ്റീം ചെയ്തെടുക്കുക. And steaming is quite healthy, അതുകൊണ്ട് you can always have things which are steamed.
നമ്മൾ പാലുണ്ടാക്കാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു ഇസ് ഈ ശർക്കര പാനിയാക്കി വെച്ചിരുന്നത്. ശർക്കര എടുക്കുമ്പം നിർബന്ധമായിട്ട് അതിനെ പാനിയാക്കി കഴിഞ്ഞ് അരിപ്പേക്കൂടെ നല്ല ഫൈൻ നെറ്റുള്ള അരിപ്പേക്കൂടെ അതിനെ അരിച്ചെടുക്കണം. കാരണം മിക്കവാറും മാർക്കറ്റിൽ കിട്ടുന്ന ശർക്കര കല്ലും മണ്ണും കാണും. സോ വി ഡോണ്ട് വാണ്ട് ടു ബൈറ്റ് ഇൻ ടു ഓൾ ദാറ്റ് വൈൽ വി ആർ ഈറ്റിംഗ്, ബിക്കോസ് ആ ഭക്ഷണത്തിൻ്റെ രുചിയെ പോവും ഒരു പ്രാവശ്യമെങ്കിലും കല്ല് കടിച്ചാൽ. പ്ലസ് വി നോ ഇറ്റ് ഈസ് നോട്ട് ഹെൽത്തി ഫോർ us. So let's go with a liquid jaggery which we have melted at home. ശർക്കര ഒഴിച്ചു. ശർക്കരയുടെ കൂടെ ആദ്യമേ ഒഴിക്കേണ്ടത് നമ്മൾ രണ്ടാം പാൽ എടുത്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ ഒഴിക്കേണ്ടത്. കുറുകി, ആൻഡ് വി ആർ ഡൂയിങ് ഇറ്റ് വിത്ത് ലെസ് വാട്ടർ. അത് നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളമേ ഒഴിക്കത്തുള്ളൂ. അപ്പോഴാണ് നമുക്കത് നല്ല തിക്കായിട്ട് കിട്ടുന്നത്. അതെടുത്തിട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ രണ്ടാം പാലെടുക്കുന്നത്. ഇതെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, ഈ ശർക്കരയും ഈ തേങ്ങാപ്പാലും കൂടെ മിക്സ് ആവാൻ. Then the next thing you do is you take the അരിപ്പൊടി. നമ്മളിവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂണാണ് എടുത്ത് വെച്ചേക്കുന്നത്. 2 സ്പൂൺ വേണ്ടി വരത്തില്ല ഇത്രയും പാലിന്. അത് നമ്മളൊരു ജസ്റ്റ് കണക്കിന് ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരിപ്പൊടി ഇടുന്നത്. നോർമലി ഇപ്പം നമ്മൾ വേറെ പല സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് ഈ കോൺഫ്ലവർ ഇടും അല്ലെങ്കിൽ മൈദ ഇടും. അതിന് പകരം ഇത് അരിയുടെ പലഹാരമായതുകൊണ്ട് നമ്മൾ അരിപ്പൊടിയാണ് ഇടുന്നത്, ജസ്റ്റ് ടു മേക്ക് ഇറ്റ് ടേസ്റ്റ് ഇൻ ലൈൻ വിത്ത് ദ അപ്പം. സോ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചെങ്കിലും എനിക്കൊന്ന് ഇതിന് ഒരു ചെറിയ ഇത് ടീസ്പൂണിൻ്റെ സൈസാണ്. സോ ഇതിൽ ഞാനൊരു 3 സ്പൂൺ ഇടുക. എന്നിട്ട് അതും കൂടെ നല്ലതായിട്ട് കട്ടയില്ലാതെ നമുക്ക് ഇളക്കി മാറ്റണം. കട്ട പിടിക്കാതെ ഇരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ തിങ്. കട്ട പിടിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇറ്റ് ഡസൻറ്റ് ടേസ്റ്റ് ഗുഡ്. പിന്നെ ഇതിൻ്റെ ഫ്ലേവറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ജീരകം വറുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തേച്ച് പൊടിച്ചതാണ് നമ്മളിടുന്നത്. സോ ദാറ്റ് ഒരു ഫ്ലേവറിംഗ് ആൻഡ് ഇറ്റ് വിൽ മാച്ച് വിത്ത് വാട്ട് വി ഹാവ് പുട്ട് ഇൻ ദ അപ്പം. അപ്പോൾ ഇതും വന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ പൊടിച്ചത് ഇടുക. മേ ബി എ ലിറ്റിൽ മോർ, ജസ്റ്റ് ഇത് നമ്മുടെ ടേസ്റ്റ് പാലറ്റ്സ് അനുസരിച്ച് നമ്മൾ ഇടുക, അല്ലാതെ അതിന് ഇന്നൊരു മെഷർമെൻ്റ് ഒന്നുമില്ല. ഇതിപ്പം ഞാൻ ഒരു വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കാരണം ഓൾറെഡി നമ്മൾ അതിൽ നല്ലതായിട്ട് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇതും അങ്ങ് ഓവർ ബെയറിങ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ടേസ്റ്റ്. സോ ജസ്റ്റ് 1 clove of garlic I have made a paste and kept. പിന്നെ ഏത് മധുരത്തിനെയും ബാലൻസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇസ് സോൾട്ട്. ഉപ്പ് ഇതിൽ ചുക്ക് ചേരാത്ത കഷായമില്ലെന്ന് പറഞ്ഞ പോലെ ഉപ്പ് ചേരാത്ത ശരിക്കും പറഞ്ഞ ഒരു ഡിഷും ഇല്ല. ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്വീറ്റ് ഡിഷ്, ഒരു ലേശം ജസ്റ്റ് എ പിഞ്ച് ഇഫ് യു പുട്ട് ഇൻ ടു ദാറ്റ്, ആ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ആയിപ്പോവും. അല്ലെങ്കിൽ അതങ്ങ് ഭയങ്കര എക്സ്ട്രാ സ്വീറ്റ് ആയിപ്പോവും, വിച്ച് മേ നോട്ട് ബി വെരി നൈസ്. ഇറ്റ് വിൽ ബി എ ബ്ലാൻഡ് ടേസ്റ്റ്. ആൻഡ് ലാസ്റ്റ്ലി we can put a little cardamom powder, ഏലക്ക പൗഡർ. ഇതും ഒക്കെ നമ്മൾ നമ്മുടെ ഒരു ടേസ്റ്റ് പാലറ്റിനനുസരിച്ച് ഇടുക. ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. Expert cook, you can do all this while the stove is burning. പക്ഷേ ഇറ്റ് ഈസ് ഓൾവേസ് സേഫർ ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് പിന്നെ നമ്മൾ സ്റ്റവ് ഓണാക്കി കഴിഞ്ഞാൽ, കാരണം ഈ അരിപ്പൊടി ഇടുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. സോ ലെറ്റ് us മിക്സ് ഇറ്റ് ടുഗെദർ ആൻഡ് ദെൻ വി സ്വിച്ച് ഓൺ ദ സ്റ്റവ്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേ അത് കട്ട പിടിക്കാതെ
റെഡി ആവത്തുള്ളൂ. നമ്മളിത് അളക്കുന്നു, ഇതുണ്ടാക്കുന്നു, പക്ഷേ ആ തിരക്കിൽ നമ്മൾ മറന്നു പോയാൽ ഇവിടെ ഇത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു ശ്രദ്ധ അങ്ങോട്ട് വേണം നമുക്ക്. ഇഫ് യു ആർ എ ബിഗിനർ ആൻഡ് ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു മാനേജ് 2 സ്റ്റൗസ് അറ്റ് എ ടൈം, പ്ലീസ് ഡു ഇറ്റ് സെപ്പറേറ്റ്ലി. ഇത് പുഴുങ്ങി വാങ്ങി വെച്ചിട്ട് യു ക്യാൻ ഡു ദ നെക്സ്റ്റ്. അതർവൈസ് ഡു ബോത്ത് ടുഗെദർ, യുവർ വർക്ക് വിൽ ഫിനിഷ് ഫാസ്റ്റ്. ഇത് സ്റ്റീം ചെയ്യാൻ വെച്ചു. നമുക്കതൊന്ന് തുറന്ന് നോക്കാം അത് എന്തായെന്നുള്ളത്. അത് നോക്കുന്നത് നമ്മൾ ഒന്നീ ഒരു ടൂത്ത് പിക്ക് എടുക്കുക, അല്ലെങ്കിൽ പപ്പടം കുത്തുന്ന ആ കമ്പി എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്യൂവർ എടുക്കുക, എന്തെങ്കിലും സംതിങ് പോയിൻറ്റഡ് വിച്ച് യു ക്യാൻ പോക്ക് ഇൻ ടു ദി അപ്പം. അതെടുക്കുമ്പം ഇതിങ്ങനെ ക്ലീനായിട്ട് വരികയാണെങ്കിൽ, ഇതെൻ്റെ വിരലിലൊന്നും വന്നിട്ടില്ല, അങ്ങനെ ക്ലീനായിട്ട് വരുന്നെങ്കിൽ അപ്പം റെഡിയാണ്. അപ്പം നമ്മൾ സ്റ്റൗ കെടുത്തി കുറച്ച് നേരം അത് ആറാൻ വേണ്ടി വെക്കാം. നമുക്കിത് ഇളക്കിക്കൊണ്ടിരുന്ന് ഇതൊന്ന് തിക്കാവുമ്പം വി ക്യാൻ സ്വിച്ച് ഓഫ് ദ സ്റ്റൗ. ഇതാണ് നമ്മൾ അപ്പത്തിൻ്റെ മണ്ടയ്ക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇത് ഒരു രുചിയുമാകും. This represents the wine which was passed over by Jesus Christ to his disciples. നമ്മൾ അരിപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ, ഈ അരിപ്പൊടി ഇടാതെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചെയ്യാം, ടേസ്റ്റിന് കുഴപ്പമൊന്നും കാണത്തില്ല. പക്ഷേ അതൊരു തിക്ക് കൺസിസ്റ്റൻസി അല്ലായിരിക്കും. ഒരു ഇച്ചിരി തിക്കായെങ്കിൽ അതിന് ഒഴിക്കുമ്പോഴും ഒരു രസം നമുക്ക് കൂട്ടാനും ഒരു രസം വരത്തുള്ളൂ. നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചാണ് ഇത് കാണാൻ തുടങ്ങിയെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ ശർക്കര, തേങ്ങാപ്പാൽ, അതായത് സെക്കൻഡ് തേങ്ങാപ്പാൽ, പിന്നെ ജീരകത്തിൻ്റെ പൊടി, ഏലക്കപ്പൊടി, ചില ആൾക്കാർ ഇതിൽ ചുക്കുപൊടിയും ഇടാറുണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. പിന്നൊരു നുള്ള് ഉപ്പ്, ജസ്റ്റ് ടു ബാലൻസ് ഔട്ട് ദ എക്സ്ട്രാ സ്വീറ്റ് ടേസ്റ്റ്. എങ്ങനെയാണെങ്കിലും ഏത് സ്വീറ്റ് ഡിഷിനും ഒരു ഭയങ്കര സ്വീറ്റ്നെസ് കാണും. അപ്പോൾ അത് നമ്മളൊന്ന് ബാലൻസ് ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ലാസ്റ്റിൽ ഇത് ശരിക്കൊന്ന് കുറുകി തുടങ്ങുമ്പോഴാണ് നമ്മൾ ആ തലപ്പാൽ എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. സോ വി ആർ നോട്ട് ഡൺ വിത്ത് ദിസ് യെറ്റ്. ദിസ് നീഡ്സ് ടു തിക്കൻ എ ലിറ്റിൽ മോർ ആൻഡ് ദെൻ വി ഡു ദാറ്റ്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ് നിർത്തിയിടത്ത് വെച്ച് ഞാൻ പറഞ്ഞാൽ ഒരാളും കൂടെ ജീസസിന്, ഒരു ഡിസൈപ്പിളും കൂടെ ബിട്രേ ചെയ്തെന്ന്. ദ പേഴ്സൺ ഈസ് പീറ്റർ. സോ ജീസസ് ക്രൈസ്റ്റ് ഹാഡ് സ്പെസിഫിക്കലി സെഡ്, ബിഫോർ ദ ഡോൺ, ബിഫോർ ദ cockbird crows, you will, somebody in the group, one of the disciples will betray me. You will deny me in front of a big crowd. അത് അപ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, ഞാനാണോ, പക്ഷെ ആർക്കും തീരുമാനമില്ല ആരായിരിക്കും അത് പറയുന്നതെന്ന്. സോ എവറിബഡി വാസ് എ ലിറ്റിൽ നെർവസ് അബൌട്ട് ഇറ്റ്. ആൻഡ് കറക്റ്റ്ലി ഇൻ എ ബിഗ് ഗാദറിംഗ്, ജീസസ് ക്രൈസ്റ്റ് വാസ് സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ് ടു ദ ക്രൗഡ്. Peter did not stand next to him or anywhere close to him. What he did was he went away and he sat with the other people so that nobody recognizes him. ആ ഒരു സമയത്ത് one of the ladies who saw him came and asked, weren't you with him before? He said, no, I was never with him. അവിടെ ആണ് ഫസ്റ്റ് ഡിനയൽ. അപ്പം ക്രൈസ്റ്റ് had specifically said 3 times you will deny me. അപ്പം ആദ്യത്തെ ഡിനയലായി. വീണ്ടും കുറച്ച് കഴിഞ്ഞ് വേറെ ആരോ വന്ന് ചോദിച്ചു, weren't you with Christ? He said, no, I don't even know him. That was the second denial. Then came the third denial. Once again he said that I don't know him when somebody else asked him. So 3 പ്രാവശ്യം Peter has denied Christ, and the moment that happened, the cockbird was crowing. And then it struck Peter that Christ all through knew that I am the one who's going to deny him, who's going to betray him. But he did not show any difference in his behavior with me while the others were there. He was very guilty
but unfortunately that was too late because he had already denied. Now അടുത്തൊരു ഇതിലേക്ക് നമുക്ക് പോകാം. ദ ഫൈനൽ സ്റ്റേജ് ഓഫ് മേക്കിംഗ് ദിസ് പാല്. ഇതിൽ നമ്മൾ ആ തലപ്പാൽ മാറ്റി വെച്ചിരുന്നതിനെ ഒഴിക്കുക, നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഇത് തിളയ്ക്കാൻ പാടില്ല, കാരണം അത് ചിലപ്പോൾ പിരിയും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാവുന്നിടം വരെ ഇളക്കി കൊടുക്കുക, എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടി മാത്രം. And then we switch off the stove. So this is where the story ends for now, with one last thing to say. Judas took the 30 silver coins, പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പം, ഒറ്റിക്കൊടുത്ത് കഴിഞ്ഞപ്പം, he felt very sad and he was very guilty. So what he did, he threw the coins away, and he ran outside, went and committed suicide. He killed himself because he felt what he did and how he betrayed such a good person. He was very guilty about it and he betrayed. So that is the story of Jesus Christ and his disciples on this particular day, on the day of Last Supper. So all this appam, this what we are making, is to represent the Last Supper Jesus Christ had in the upper room with his disciples. So with that, I'm going to switch off the stove and we can see how to dish the milk and the appam. Okay, ഇനി നമ്മൾ അപ്പം ഉണ്ടാക്കി, പാലുണ്ടാക്കി, അപ്പത്തിനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. എങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ളത് കാണിക്കാം. പക്ഷേ ഈ സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ജസ്റ്റ് ആരും കട്ട് ചെയ്ത് ഉണ്ടാക്കി വിളമ്പത്തെത്തും. വീട്ടിലെ ഏറ്റവും സീനിയർ മെമ്പറാണ് ഇതിനെ കട്ട് ചെയ്യുന്നതും ഇതിനെ ബാക്കിയുള്ള മെമ്പേഴ്സിനും. നോർമലി പെസഹയ്ക്ക് എവറിബഡി കംസ് ടുഗെദർ ആസ് എ ഫാമിലി, സംടൈംസ് ഫ്രണ്ട്സ് ഓൾസോ കം. പക്ഷേ അതിലെ ഓൾഡസ്റ്റ് പേഴ്സൺ represents Christ and he will cut and give it to everybody. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ഉണ്ടാക്കി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ഇത് പെസഹയുടെ അന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളതിലേക്ക് ഒരു ചെറിയ, ആ പാം സൺഡേയിൽ നമുക്ക് കിട്ടിയ കുരുത്തോല വെച്ചിട്ട് ഒരു ചെറിയ കുരിശുണ്ടാക്കി ഇതിൻ്റെ സെൻറ്ററിൽ വെക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി ഈ പാലിൻ്റെ മണ്ടയ്ക്കും വെക്കും. ബട്ട് ദാറ്റ് ഈസ് ഓൺലി ഇഫ് യു ആർ മേക്കിംഗ് ഇറ്റ് ഓൺ മോണ്ടി തേഴ്സ്ഡേ ഇൻ ദ മോർണിംഗ്. അല്ലാതെ എപ്പം നമ്മൾ ചെയ്യുന്നു അതിൻ്റെ തലേദിവസം നമ്മൾ അപ്പം ഉണ്ടാക്കുന്നെങ്കിൽ കുരിശ് വെക്കത്തില്ല. സോ ദാറ്റ് ഈസ് those are the important things you have to follow when you are making this appam. So you just keep it in a plate. അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ ഇത് ഒഴിച്ച് സോ ബേസിക്കലി ഇറ്റ് ഈസ് ബ്രെഡ് ആൻഡ് വൈനിന് പകരം അപ്പവും പാലും കൂടെ ആണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ പെസഹ അപ്പം, അതിൻ്റെ പാല്. നമ്മുടെ പെസഹ അപ്പം റെഡിയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.